പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ചില മിനിറ്റുകളുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കും. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായ ഒരു വാഗ്ദത്ത വചനമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ അനേക ചിന്തകൾ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ പലവിധമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവര്. പലർക്ക് സാമ്പത്തിക ആവശ്യങ്ങളായിരിക്കും, പലരുടെ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങളായിരിക്കും, പലയിടത്തും ഭാവിയെക്കുറിച്ചുള്ള ഒരു അസ്ഥിരതയായിരിക്കും, പലരുടെയും ജീവിതത്തിൽ മിനിസ്ട്രി സംബന്ധമായ പല ഭാരങ്ങളും പ്രയാസങ്ങളിലൂടെയൊക്കെ നമ്മളിൽ പല പ്രിയപ്പെട്ടവരും കടന്നു പോകാറുണ്ട്. ഇതിൻ്റെ മധ്യത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ചിലപ്പോൾ ഒരു ഡയറക്ഷനാണ്, ഒരു ബലമാണ്, ഒരു ജ്ഞാനമാണ്, അല്ലെങ്കിൽ ഒരു സൗഖ്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സമാധാനമായിരിക്കാം, അല്ലെങ്കിൽ ഓരോ ദിവസവും ജീവിപ്പാനുള്ള ഒരു ദൈവകൃപയുടെ ആവശ്യം കാണും. നമ്മൾ ഈ ആവശ്യങ്ങളോടൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് വലുതായിട്ടും തോന്നുമ്പോൾ ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, എനിക്ക് ഉത്തരം എവിടെ നിന്ന് വരും? എൻ്റെ ആൻസർ എവിടെ നിന്ന് വരും? ഈ ചോദ്യമാണ് നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ചോദ്യം ഇസഹാക്ക് അബ്രഹാമിനോട് മോറിയാമല കയറാൻ നേരത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പ തീയും ഉണ്ട്, വിറകും ഉണ്ട്, എന്നാൽ യാഗപീഠത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? എന്നാൽ അബ്രഹാം അവിടെ വിശ്വാസത്തിന്റെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഭാഗം 8-ാം വാക്യത്തിൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്. മകനെ, യാഗപീഠത്തിനുള്ള ആട്ടിൻകുട്ടിയെ ദൈവം കരുതിക്കൊള്ളും. സത്യത്തിൽ അബ്രഹാമിന് എപ്പോൾ എങ്ങനെ ഈ ദൈവം കരുതുമെന്ന് യാതൊരു അറിവുമില്ല, യാതൊരു ഐഡിയ ഇല്ല. അബ്രഹാം ആ ആട്ടുകൊറ്റനെ മുൻകൂർ കണ്ടിട്ടില്ല. അബ്രഹാമിന് യാതൊരു വിശദീകരണവും അറിയത്തില്ല, ഒരു ദർശനം കിട്ടിയിട്ടില്ല. എന്നാൽ അബ്രഹാമിന് ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചറിയാം, തന്നെ വിളിച്ച ദൈവം ആരാണെന്നറിയാം. അബ്രഹാം അതിൽ തൃപ്തിപ്പെട്ടു. അബ്രഹാമിന്റെ ഉള്ളിൽ അബ്രഹാം പറയുന്നു, എനിക്കത് മതി, കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒന്നാമത്തെ ഒരു ഭാഗം നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ യഹോവ ഇരേ എന്ന ഒരു ശബ്ദം അല്ലെങ്കിൽ ആ വാക്ക് അബ്രഹാമിന് വെളിപ്പെട്ട് കിട്ടിയത് പരീക്ഷയുടെ കാലഘട്ടങ്ങളിൽ അല്ലേ? യഹോവ ഇരേ എന്ന വാക്ക് അബ്രഹാമിന് വെളിപ്പെട്ടത് സുഖകരമായ അവസ്ഥയിലല്ല. ഇൻ ദ പ്ലേസ് ഓഫ് ടെസ്റ്റിംഗ്, ആ ടെസ്റ്റിന്റെ സമയത്ത്, ആ പരീക്ഷ കാലഘട്ടങ്ങളിലാണ് അബ്രഹാമിന് വെളിപ്പെട്ട് കിട്ടുന്ന പേര് യഹോവ ഇരേ. 22-ാം അധ്യായം പ്രാരംഭവാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു ഭാഗം, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്നാ പറയുന്നത്. കുറച്ചുകൂടെ നമ്മൾ ശക്തമായിട്ട് പറഞ്ഞാൽ, അബ്രഹാം ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടു. ദൈവം അബ്രഹാമിനോട് തൻ്റെ മകനായ ഇസഹാക്കിനെ, നീ സ്നേഹിക്കുന്ന, നീ ഏകജാതനായ നിന്റെ മകനെ നീ മോറിയ മലയിൽ പോയി യാഗം കഴിക്കാൻ പറയുകയാണ്. അതൊരു സാധാരണ പരീക്ഷയായിരുന്നില്ല. തൻ്റെ വാഗ്ദത്ത സന്തതിയാണ് യാഗം അർപ്പിക്കാൻ പറയുന്നത്. ഈ വാഗ്ദത്ത സന്തതിയിലൂടെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ വരുന്ന ഒരു തലമുറയെ അനുഗ്രഹിക്കും. അപ്പൊ അബ്രഹാം ഈ രണ്ട് വിഷയത്തിന്റെ മധ്യത്തിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുക. ഒന്ന്, ഇവൻ വാഗ്ദത്ത സന്തതിയാ. രണ്ട്, ഇവനിലൂടെ വലിയൊരു തലമുറ ദൈവം അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മധ്യത്തിലാണ് അബ്രഹാം നടുക്ക് നിൽക്കുകയാ. അബ്രഹാമിന് ദൈവശബ്ദം പറയുന്നത് ഇവനെ യാഗം കഴിക്കണമെന്നാണ്. എങ്ങോട്ട് തിരിയും? ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ? ആകെ കൺഫ്യൂഷൻ. ഇതിന്റെ മധ്യത്തിൽ അബ്രഹാം ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായി. പ്രിയപ്പെട്ടവർ, ഇത് നമ്മളെ ഓർപ്പിച്ചുണർത്തുന്നത്, പ്രൈസ് ദി ലോർഡ്, പലപ്പോഴും നമ്മുടെ ടെസ്റ്റിംഗ് പീരീഡ് ആയിരിക്കും ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഡയമെൻഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ
ദൈവത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് പുതിയ അറിവ് ലഭിക്കുന്നത് പരീക്ഷാ കാലഘട്ടങ്ങളിലാണ്. അബ്രഹാമിന്റെ ദൈവം ആരാണെന്നുള്ള ബോധ്യം അവനുണ്ട്. ദൈവം അവനെ സംരക്ഷിക്കുമെന്ന് അവനറിയാം. അവനോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തെ അവനറിയാം. അവന്റെ വാർദ്ധക്യത്തിലാണ് തനിക്ക് മകനെ ലഭിച്ചെന്നുള്ള ഉത്തമ ബോധ്യം തനിക്കുണ്ട്. എന്നാൽ ഇപ്പോൾ മോറിയ മലയിൽ ദൈവത്തെ അവൻ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കുകയാ. യഹോവ ഇരേ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് യഹോവ ഇരേ എന്നുള്ള അറിവ് മോറിയ മലയിൽ കയറുന്നതിന്റെ മുമ്പ് തന്നെ വേണം. മലയിൽ കയറുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഈ അറിവ് വേണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ റിസോഴ്സസുകളെല്ലാം എനിക്ക് സാധ്യമായി തീരുമെന്ന് മുന്നമേ ഞാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ പലപ്പോഴും ദൈവത്തെ വിശ്വസിക്കാനും തയ്യാറാകത്തുള്ളൂ. മനുഷ്യരെന്ന നിലയിലുള്ള പ്രശ്നമാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. എല്ലാം കിട്ടിയിട്ട് ദൈവത്തെ നന്ദി പറയുന്ന ഒരു മനുഷ്യർ. എന്നാൽ ഇവിടെ അബ്രഹാമിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒന്നും കണ്ടിട്ടല്ല. തിരുവെഴുത്ത് പോലും ഇല്ലാത്ത കാലത്ത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിപ്പാൻ തയ്യാറായി. അബ്രഹാമിനൊരു കാര്യം മനസ്സിലായി, എൻ്റെ സ്രോതസ് എന്ന് പറയുന്ന എൻ്റെ സാഹചര്യമല്ല, എൻ്റെ സ്രോതസ് ഞാൻ സേവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ ഒന്നാമതിനകത്ത് മനസ്സിലാക്കുന്നത്. യഹോവ ഇരേ വെളിപ്പെട്ടത് എൻ്റെ പരീക്ഷയുടെ കാലഘട്ടങ്ങളിലായിരുന്നു. രണ്ടാമത് നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ദൈവത്തിന്റെ കരുതലിന്റെ മുൻപേ അബ്രഹാം ദൈവത്തെ അനുസരിച്ചു എന്നുള്ളതാണ്. 22-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ അവിടെ കാണുന്ന, അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി, ബാല്യക്കാലിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ഒരു ആർഗ്യുമെന്റിനും അബ്രഹാം നിന്നില്ല. ലേറ്റ് ആയില്ല അബ്രഹാം. ദൈവമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ നിന്നില്ല. കുറച്ചു നേരം കൂടി കർത്താവിനോട് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീലിൽ നിന്ന് മാറാൻ പറ്റുമോ? അവൻ ആലോചന കേട്ടു, അതിരാവിലെ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി ഒരുക്കിയ കരുതൽ എപ്പോഴാണ് വെളിപ്പെടുന്നതെന്ന് അവൻ അറിയില്ല. അവൻ നടക്കുമ്പോൾ പോലും അവന്റെ ഉത്തരം അവൻ കാണുന്നില്ല, അറിയുന്നില്ല. പലരായും നമ്മളൊക്കെ പറയും, കർത്താവെ നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രൊവിഷൻസ് എനിക്ക് ആദ്യം ഒന്ന് കാണിച്ചതാ, എന്നിട്ട് ഞാൻ നിന്നെ അനുസരിക്കാം. എന്നാൽ വിശ്വാസം പറയുന്നത് അങ്ങനെയല്ല. കർത്താവെ നീ എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരം കാണുന്നതിന്റെ മുൻപേ ഞാൻ നിന്നെ അനുസരിക്കും. അതുകൊണ്ടല്ലേ എബ്രായ ലേഖനകർത്താവ് 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ അബ്രഹാം എവിടേക്ക് പോണോന്നറിയാതെ അവൻ എന്ത് ചെയ്തു? വാഗ്ദത്ത നാട് നോക്കി അവൻ യാത്ര ചെയ്തു, ദൈവത്തെ അനുസരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഒരു പാറ്റേൺ ആയിരുന്നു. തുടർമാനം അവന്റെ ജീവിതത്തിൽ കണ്ട പാറ്റേൺ ആയിരുന്നു. അവന്റെ വീട് വിട്ട് ദൈവം അവനെ കാണിപ്പാനിരുന്ന ദേശത്തേക്ക് അവൻ യാത്രയായി. ദൈവത്തിൽ അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവം അവന് വാഗ്ദത്ത സന്തതി കൊടുത്തു. ഇപ്പോൾ അവൻ മോറിയ മല കയറിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നതിന്റെ മുൻപേ അവൻ ദൈവത്തിൽ വിശ്വസിപ്പാനും അനുസരിപ്പാനും തയ്യാറായി. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം എല്ലാം എനിക്ക് നടത്തി തന്നിട്ട് ഞാൻ അവനിൽ ആശ്രയിക്കുക എന്നുള്ളതല്ല. വിശ്വാസത്തിനകത്ത് നിന്റെ ദൈവം ആരാണെന്നുള്ള ബോധ്യം നിനക്ക് ആദ്യം ഉണ്ടാകണം. എല്ലാ വാതിലും തുറന്നിട്ട് നീ ദൈവത്തെ അനുകരിക്കുക എന്നുള്ളതല്ല വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. എല്ലാ ആവശ്യങ്ങളും നടത്തപ്പെട്ടിട്ട് നീ ദൈവത്തിനോട് ചേരുക എന്നുള്ളതല്ല അതിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ സാഹചര്യങ്ങളെല്ലാം മാറിയിട്ട് പ്രൈസ് ദി ലോർഡ് ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ആശ്രയിക്കുക എന്നുള്ളതല്ല വിശ്വാസം. എനിക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല എങ്കിലും എനിക്കൊന്നറിയാൻ, ഞാൻ സേവിക്കുന്ന ദൈവം ആരാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് യഥാർത്ഥ വിശ്വാസം. അതാണ് നമുക്കിതിനകത്തുനിന്ന് കാണാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം. അബ്രഹാമിന് കരുതൽ വെളിപ്പെടുന്നതിന് മുൻപേ അവന് ദൈവത്തെ അനുസരിപ്പാൻ തയ്യാറായി എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അബ്രഹാമിന് വെളിപ്പെടാനുള്ള കരുതൽ അബ്രഹാമിന് കാണാൻ കഴിയുന്നില്ല, എങ്കിലും ദൈവത്തിന് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം നേരത്തെ കാണുന്നുണ്ട്.
ഇസഹാക്ക് ചോദിക്കുകയാണ്, പിതാവേ, അപ്പാ ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാം എന്താ പറഞ്ഞേ? കുഞ്ഞേ, യഹോവ ദൈവം നിനക്ക് വേണ്ടി കരുതിക്കൊള്ളും. എബ്രായ ഭാഷയിൽ യഹോവ ഇരേ എന്ന വാക്കിന് റാഹ് എന്നുള്ള പേരാണ്. റാഹ് എന്ന് പറഞ്ഞാൽ കാണുക. പ്രൈസ് ദി ലോർഡ്. ദൈവമെല്ലാം കാണുന്നു. ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും ഞാൻ സേവിക്കുന്ന ദൈവം എല്ലാം കാണുന്നുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ നടത്തപ്പെടുന്നത് ദൈവം കാണുന്നുണ്ട്. അബ്രഹാം ആട്ടുകൊറ്റനെ കാണുന്നില്ല, ഇസഹാക്ക് ആട്ടുകൊറ്റനെ കാണുന്നില്ല. എന്നാൽ 22-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്തൊരാട്ടുകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ, ആ ഒരു സെക്കൻഡിൽ മാജിക്ക് പോലെ അവിടെ വന്നതല്ല ആ ഒരു ആട്ടുകൊറ്റൻ. ദൈവം അവർക്ക് വേണ്ടി കരുതി വെച്ചിരുന്നു മുന്നമേ. തക്ക സമയമായപ്പോൾ അബ്രഹാമിന്റെ ദൃഷ്ടിയിൽ അത് വെളിപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. ചില സമയങ്ങളിൽ നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾക്ക് കാണുവാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ പല പ്രയാസങ്ങളും കാണുവാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയാലും ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല ഓപ്പർച്യൂണിറ്റീസുകളും തുറക്കപ്പെടുന്നത് അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വാതിലുകളൊക്കെ ദൈവത്താൽ ഒരുക്കപ്പെടുന്നത് തക്ക സമയത്തായിരിക്കും. കാരണം എന്നാണെന്നറിയാമോ? നമുക്ക് കാണുവാൻ കഴിയത്തില്ല, പക്ഷേ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ഒരു പക്ഷേ നമ്മളുടെ പ്രസന്റ് സിറ്റുവേഷനിലായിരിക്കും ഇരിക്കുന്നത്, എന്നാൽ ദൈവം അതിന്റെ ജേർണി മുഴുവനും അറിയുന്നു, നമ്മുടെ വഴി മുഴുവനും അറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ആവശ്യങ്ങളേ ഉള്ളൂ. ദൈവം നമ്മുടെ ആവശ്യങ്ങളും ദൈവം നമുക്ക് വേണ്ടുന്ന കരുതലുകളും ഒരുപോലെ കരുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യഹോവ ഇരേ എന്ന് പറയുവാനിടയായി തീർന്നത്. നാലാമത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ കരുതല് കൃത്യസമയത്താണ് വെളിപ്പെടുന്നത്. കൃത്യസമയത്ത് അബ്രഹാം അവിടെ യാഗപീഠം പണിതു, അവൻ വിറകടുക്കി, ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ കടത്തി. അബ്രഹാം അവനെ കൊല്ലുവാൻ വാള് അല്ലെങ്കിൽ കത്തി ഓങ്ങി. അന്നേരമാണ് ദൂതൻ ഇടപെടുന്നത്, അബ്രഹാമേ, അബ്രഹാമേ. അബ്രഹാം വിളി കേൾക്കുകയാണ്, അടിയനിതാ. ദൈവം അവനെ തടയുകയാണ്, വാലിന്റെ മേൽ നീ കൈവെക്കരുത്. ഉടനെ അബ്രഹാം കാണുന്നത് ആ ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സ്തോത്രം. അപ്പൊ അബ്രഹാമിന്റെ വീക്ഷണത്തിൽ കരുതൽ അവസാന സമയത്താണ് വെളിപ്പെട്ടത്. എന്നാൽ ദൈവത്തിന്റെ വീക്ഷണത്തിൽ കരുതൽ തക്ക സമയത്താണ് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലപ്പോഴും കരുതൽ മുന്നേ കാണണം, എന്നാൽ ദൈവം തക്ക സമയത്താണ് തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, ഇന്നലകളിൽ എൻ്റെ കാര്യം നടന്നിരുന്നെങ്കിൽ, നാളത്തെ കാര്യം എനിക്ക് ഇന്ന് ലഭിച്ചിരുന്നെങ്കിൽ. എന്നാൽ പലപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല. ദൈവം പറയുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെയൊക്കെ നടന്ന സമയത്ത് ദൈവം അവർക്ക് അന്നു വേണ്ടുന്ന മന്നയാണ് കൊടുത്തിരുന്നത്. ഓരോ ദിവസം രാവിലെ മന്ന. 40 വർഷത്തേന് ഒരുമിച്ച് അവരുടെ വെയർ ഹൗസിൽ നിറച്ചു വെക്കാനുള്ള മന്ന കൊടുത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഓരോ ദിവസവും അവർ ദൈവത്തോട് ആശ്രയബോധമുള്ളവരായിരിക്കണം. അതവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവർക്ക് ഓരോ ദിവസവും മന്ന കൊടുത്തത്. അതുകൊണ്ടല്ലേ കർത്താവ് പുതിയ നിയമത്തിലും നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, കർത്താവേ, ഞങ്ങൾക്ക് അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഒരു വർഷത്തെ ആഹാരം തരണമേ എന്നല്ല പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അടുത്ത 20 വർഷത്തേനുള്ള ആഹാരം തരണമേ എന്നല്ല പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. കർത്താവേ, ഞങ്ങൾക്ക് അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് നൽകണം. എന്തിനാ പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? നമ്മൾ ദൈവത്തിൽ ആശ്രയബോധമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവം എനിക്ക് വേണ്ടി തക്ക സമയത്ത് കരുതൂ എന്നുള്ള ഒരു ബോധ്യം ദൈവമക്കളുടെ ഉള്ളിൽ ഉണ്ടാകുവാനിടയായി തീരട്ടെ. ഇനി 5-മത്തെ ഒരു കാര്യം നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, യഹോവ ഇരേ എന്ന് പറയുന്നത് എൻ്റെ എല്ലാ ആവശ്യങ്ങളും ലഭിക്കും എന്നുള്ള അർത്ഥത്തിലല്ല.
എല്ലാം എനിക്ക് കിട്ടും. അത് തെറ്റായിട്ടുള്ള പഠനമാണ്. ഞാൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം ദൈവം എനിക്ക് തരും, ഒരിക്കലും അല്ല. ദൈവത്തിന്റെ കരുതൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗോഡ്സ് പ്രൊവിഷനും ഗോഡ്സ് പർപ്പസും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അബ്രഹാം ദൈവത്തിന്റെ അനുസരണത്തിൽ നടന്നു. അബ്രഹാമിന്റെ ആവശ്യമുള്ള കാര്യത്തിൽ ദൈവം പ്രവർത്തിച്ചു. നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 4-ാം അധ്യായം 19-ാം വാക്യം അവിടെ വായിക്കുന്നത്, ഫിലിപ്പിയ ലേഖനം 4:19 വായിക്കുന്ന, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ തീർത്തു തരും. ഇംഗ്ലീഷിൽ പറയുന്നത്, മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. ഓൾ യുവർ വാണ്ട്സ് അല്ല, ഓൾ യുവർ നീഡ്സ്. എനിക്ക് ആവശ്യമുള്ളത് തരുന്ന ദൈവം. ഞാൻ ചോദിക്കുന്നത് എല്ലാം തരുമെന്നല്ല. അപ്പോൾ ഒരു സ്നേഹവാനായ പിതാവിനറിയാം എൻ്റെ ആവശ്യങ്ങൾ, എനിക്ക് എപ്പോഴൊക്കെ ഏതൊക്കെ ആവശ്യങ്ങളുണ്ട്, അതെനിക്ക് എത്രമാത്രം നീഡാണ്. സ്തോത്രം. ചില സമയത്ത് ദൈവം കരുതുന്നത് ചില വാതിലുകൾ ഓപ്പൺ ആക്കിയിട്ടായിരിക്കും ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നത്. ചില സമയത്ത് അവന്റെ കരുതൽ വെളിപ്പെടുന്നത് ചില വാതിലുകൾ അടച്ചിട്ടായിരിക്കും. ചില സമയത്ത് അവന്റെ കരുതലുകൾ നമുക്ക് ചില സാമ്പത്തിക നന്മയായിട്ടായിരിക്കും. ചില സമയത്ത് അത് നമുക്ക് തൃപ്തി തന്നിട്ടായിരിക്കും. ചില സമയത്ത് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിയിട്ടായിരിക്കും ദൈവത്തിന്റെ കരുതലുകൾ. ചില സമയത്ത് ചില സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാനുള്ള കൃപ തന്നിട്ടായിരിക്കും. ചില സമയത്ത് നമ്മുടെ ഭാരങ്ങളെ എടുത്തു മാറ്റിയിട്ടായിരിക്കും ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നത്. ചില സമയങ്ങളിൽ ചില ഭാരങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ അവൻ പറയും, എൻ്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തത പല വിധത്തിലാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. 6ാമത് നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തെക്കാളും വലുതാക്കി നമ്മൾ കാണിക്കരുത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നമ്മൾ ചിന്തിച്ചു കൂട്ടി വലുതാക്കി രാവിലെ അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഉച്ചയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക, രാത്രി അതിനെക്കുറിച്ച് ചിന്തിക്കുക, ടെൻഷൻ അടിച്ച് അതിനെ സ്തോത്രം അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുമെന്നുള്ള തലയിലെല്ലാം കയറ്റി വേറൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. നെഗറ്റീവ് ചിന്തകൾ അതിലൂടെ വർദ്ധിക്കുന്നു. അങ്ങനെ എൻ്റെ മനസ്സാകെ അങ്ങ് ഇടുങ്ങി പ്രാർത്ഥിക്കാനുള്ള സമയം നഷ്ടപ്പെടുന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തെ ചോർച്ച സംഭവിക്കുന്നു. ഒരിക്കലും വിശ്വാസത്തിന് പ്രവർത്തിപ്പാൻ തടസ്സമായി നിൽക്കുന്ന രീതിയിൽ നമ്മളുടെ തലയ്ക്കകത്ത് ഈ ഭാരങ്ങളെ കൊണ്ടുവച്ചുകൊണ്ട് നടക്കരുത്. വിശ്വാസം പറയുന്നത് നിന്റെ പ്രശ്നങ്ങൾ റിയൽ യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ നീ സേവിക്കുന്ന ദൈവം നിന്റെ പ്രശ്നത്തെക്കാൾ മുകളിൽ ജയാളിയായി ജീവിക്കുന്ന ഒരു ദൈവമാണ്. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ ചെങ്കടൽ ഉണ്ടെന്നുള്ളത് സത്യമാ. ചെങ്കടൽ എന്നുള്ളത് യാഥാർത്ഥ്യമാ. ഫറവോനും സൈന്യം എന്നുള്ളത് യാഥാർത്ഥ്യമാ. ഭയമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാ. എന്നാൽ നീ സേവിക്കുന്ന ദൈവമോ അതിനേക്കാൾ മുകളിലായി നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ മുൻപിൽ ഗോലിയാത്ത് നിൽക്കുന്നത് യാഥാർത്ഥ്യമാ. ദ ജൈന്റ് ഈസ് റിയൽ. ഹല്ലേലൂയ. മല്ലനായവനാണെന്നുള്ള യാഥാർത്ഥ്യമാ. അവന്റെ കയ്യിൽ വലിയ വാളുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അവനിൽ ശക്തി വലുതായിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. പക്ഷെ ദാവീദിനൊരു കാര്യം അറിയാം, യുദ്ധം യഹോവയ്ക്കുള്ളത്. ദ ബാറ്റിൽ ബിലോങ്സ് ടു ലോർഡ്. അവൻ സൈന്യാധിപനായ ദൈവം. എന്റെ പ്രശ്നത്തെക്കാളും വലിയൊരു ദൈവം എനിക്കുണ്ട്. നിന്റെ ദൈവത്തെ നീ ചെറുതായി കാണരുത്. നിന്റെ ശക്തികൾ ചെറുതായിരിക്കാം, നിന്റെ വിസ്ഡം ഒരുപക്ഷെ ചെറുതായിരിക്കാം, നിന്റെ ബുദ്ധി ചെറുതായിരിക്കാം, നിന്റെ കണക്ഷൻസ് ചെറുതായിരിക്കാം, നിന്റെ കഴിവുകൾ ചെറുതായിരിക്കാം. പക്ഷെ നീ കാണാത്ത ഒരു ശ്രേഷ്ഠകരമായ ഒരു വഴി നീ ഹല്ലേലൂയ വലിയവനായ ദൈവത്തിന്റെ പക്കലുണ്ട്. അവൻ നിനക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ വഴി തുറക്കും. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ഏറ്റവും വലിയൊരു കരുതൽ എന്ന് പറഞ്ഞാൽ യഹോവ-യിരേ എന്ന ദൈവത്തിന്റെ കരുതലാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രൊവിഷൻ. ദാറ്റ് ഈസ് ദ യഹോവ സൈറ. ഹല്ലേലൂയ. ഇസാക്ക് ചോദിക്കുകയാണ്, എവിടെയാണ് യാട്ടുംകുട്ടി? അബ്രഹാം പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി കരുതുന്നുണ്ട്. ഹല്ലേലൂയ. ആ മോറിയ മലയിൽ ഒരു ആട്ടുകൂറ്റി, ആ ആട്ടുകോറ്റൻ കുടുങ്ങിക്കിടപ്പുണ്ട്, സത്യമാ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യഥാർത്ഥ ആട്ടുംകുട്ടി വരികയാണ്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു 1:29, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇസഹാക്ക് ഒരു സൈഡിൽ കൂടെ വിറക് കഷ്ണവുമായി മലമുകളിലേക്ക് കയറുമ്പോൾ മറുവശത്ത് കാൽവറി ക്രൂശിലേക്ക് അവൻ ഹല്ലേലൂയ എടുക്കാൻ പാടിപ്പ ചുമക്കുവാൻ മേലാത്ത
വലിയ തടിക്കുരിശുമായി അവൻ ഹല്ലേലൂയ കാൽവറിയോളം വലിഞ്ഞു കയറുകയാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം തന്റെ സ്നേഹിച്ച ഏകജാതനായ ഹല്ലേലൂയ പൊന്നോമന മകൻ, ഹല്ലേലൂയ വാഗ്ദത്ത സന്തതി, മറുവശത്ത് പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട ഏകജാതനായ തന്റെ മകനായ ക്രിസ്തു. എന്നാൽ രണ്ടും നോക്കുക, ഇസഹാക്ക് അവിടെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, എന്നാൽ യേശു കർത്താവ് അവിടെ മാനവജാതിക്ക് വേണ്ടി മരിച്ചു എന്നാണ് കാണുന്നത്, അല്ലേ? ഹല്ലേലൂയ. അതാണ് അവിടുത്തെ ഡിഫറൻസ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പണമല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം രോഗമല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല. അത് പാപമായിരുന്നു. അതിനുവേണ്ടിയാണ് അവൻ കാൽവറി ക്രൂശിൽ കയറിയത്. ദൈവം തന്റെ മകനെ യാഗമാക്കി തീർത്ത് അതിനു വേണ്ടിയായിരുന്നു. ഇത് പകൽക്കാലം വചനം വായിച്ചതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ അതൊന്നിനെ പിതാവ് മാനവജാതികൾക്ക് വേണ്ടി യാഗമായി തന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ അവൻ അത്ഭുതം പ്രവർത്തിക്കാതിരിക്കുമോ? നിങ്ങളുടെ വേദനകളുടെ മേൽ അവൻ അത്ഭുതം പ്രവർത്തിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. കാൽവറി ക്രൂശിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒന്നിനെ യഹോവ ഇരേ എന്ന് പറയുന്ന തന്റെ പൊന്നോമന മകനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർക്കുവാൻ പിതാവിന് മനസ്സലിവ് തോന്നിയെങ്കിൽ നീ രാത്രിയാമങ്ങളിൽ നിന്റെ കണ്ണുനീരിന്റെ മധ്യത്തിൽ, നിന്റെ വേദനകളുടെ മധ്യത്തിൽ ഹല്ലേലൂയ നിന്റെ കണ്ണുനീരൊഴുക്കുന്ന വിഷയങ്ങളിൽ അവൻ ഈ ഹല്ലേലൂയ കരുതാതിരിക്കുമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമാണ്. നമ്മൾ ഈ യാത്രയിലാണ് പ്രിയപ്പെട്ടവരെ. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഈ മലയിൽ കയറുകയായിരിക്കാം. ജീവിതത്തിന്റെ പലവിധമായ ഭാരങ്ങളിലൂടെ, സഫറിങ്സിലൂടെ, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ ഒരു വശത്തൂടെ മല കയറി പോകുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ആട്ടുകോറ്റനെ നിങ്ങൾ കാണാത്ത നിലയിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്നോട് പറയുന്നത് നീ അനുസരിക്കുക മാത്രമേ വേണ്ടൂ. നിന്നോട് പറയുന്നത് ദൈവം പ്രാർത്ഥിക്കുക, നിന്നോട് പറയുന്നത് ദൈവം ആശ്രയിക്കുക. ഇന്ന് പകൽക്കാലം അവന്റെ വാഗ്ദത്തത്തിന് വേണ്ടി ഹല്ലേലൂയ നമ്മൾ ആശ്രയിച്ച് കർത്താവിൽ പൂർണ്ണമായി നമ്മളെ വിധേയപ്പെടുത്താം. നമുക്കുള്ള വാഗ്ദത്തത്തെ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ വചനത്തിനു മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. യഹോവ ഇരയായവൻ നമുക്ക് വേണ്ടി കരുതുന്നു. സ്വർഗീയ പിതാവേ, വചനത്തിനായി സ്തോത്രം. ഈ വചനം ദൈവസഭയ്ക്ക് അനുഗ്രഹമാക്കി തീർക്കണം. അവിടുത്തെ ജനം കർത്താവേ ഹല്ലേലൂയ വിവിധ വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളുടെ മേലും യഹോവ ഇരേ എന്ന വാഗ്ദത്തം പോലെ കർത്താവേ നീ തക്ക സമയത്ത് അത്ഭുതം പ്രവർത്തിക്കുന്ന വിധങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ജനത്തിന് വേണ്ടി ദൈവം ശ്രേഷ്ഠകരമായ വഴി തക്ക സമയത്ത് ദൈവം ഒരുക്കിയാട്ട്, അത്ഭുതങ്ങളെ ദൈവം ചെയ്താട്ട്. ദൈവസഭ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കണം, മാനിക്കണം. തിരുനാമ മഹത്വം എടുക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.